പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനോട് കഴിക്കാൻ പറ്റിയ തേങ്ങ അരച്ച് ചേർക്കാത്ത നല്ല അടിപൊളി ഒരു പാവയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോർത്ത് സൈഡിലൊക്കെ കിട്ടുന്ന പാവയ്ക്ക എന്ന് പറയുന്നത് ഇതുപോലെ പച്ച കളർ പാവയ്ക്ക കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ നാട്ടിലത്തെ ആ ഒരു വെള്ളപ്പാവയ്ക്ക തന്നെയാണ്. ഇനിയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പച്ചത്തക്കാളി ഉണ്ടെങ്കിൽ അതും വെച്ചും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഒരു 8-10 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്. ഇത്രയും മതിയാകും നമ്മുടെ ഈ ഒരു പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിനി പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കൊച്ചുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതും ചെറുതായിട്ടൊന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ടും കൂടി ചേർത്ത് കൊടുക്കണ്ട, ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരാവി വന്ന് കഴിയുമ്പം തക്കാളി വെന്ത് കിട്ടും. ഇതിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് വാടി വരുന്നതിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരാവി വന്ന് കഴിയുമ്പം ഇത് വാടി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പം ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിൽ മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. മല്ലിപ്പൊടി ഒത്തിരി ചേർത്ത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് വേറെ ആയി പോകും. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് അളവിലാട്ടോ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പം വെള്ളമൊക്കെ വറ്റി നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെയൊക്കെ ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പം ഒരുപാടങ്ങ് ചാറ് എടുക്കുന്നില്ല, കുറച്ച് വറ്റിച്ച് തന്നെയാട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാവയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർക്കാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇനി പാവയ്ക്ക കിട്ടുമ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുമ്പം അധികം കയ്പും വരില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.